ഹലോ ഓൾ വെൽക്കം ടു നാറ്റമി. നാറ്റമിയുടെ എക്സാം ഓറിയൻറ്റേഷൻ ലൈവ് ക്ലാസ്സിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ എക്സാം ഓറിയൻറ്റേഷൻ ലൈവ് ക്ലാസ് നമ്മൾ കുറേ ലൈവ് ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി ഇത് ചെയ്തിട്ടുണ്ട്. മാത്സിൻ്റെ ലൈവ് ക്ലാസ്സുകൾ കഴിഞ്ഞു, സയൻസ് ആൻഡ് ടെക്നോളജിയുടെ 2-3 ലൈവ് ക്ലാസ്സുകൾ നമ്മൾ കഴിഞ്ഞു. അതുപോലെയുള്ള അടുത്തൊരു ലൈവ് ക്ലാസ്സിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ലൈവ് ക്ലാസ്, ഈ എക്സാം ഓറിയൻറ്റേഷൻ ലൈവ് ക്ലാസ്സിൽ നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഈ ലൈവ് ക്ലാസ്സുകളിൽ നമ്മൾ കൃത്യമായിട്ട് ടോപ്പിക്കുകളൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. പല ടോപ്പിക്കുകളും അതിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യണം, അതിലെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ലൈവുകളിലൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. അതുപോലെയുള്ള മറ്റു ക്ലാസ്സുകളാണ് ഇവിടെ നമ്മൾ നിൽക്കുന്നത്. അതായത് നമ്മുടെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിൽ ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും, ഏതൊക്കെ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് വരും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്, ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലെ ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ കൺട്രോൾ ആൻഡ് കോർഡിനേഷനിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തതായിട്ട് നമ്മളോട് ചോദിക്കുന്നത്, നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? ഹൗ മെനി പെയർസ് ഓഫ് ക്രാനിയൽ നെർവ്സ് ആർ പ്രസന്റ് ഇൻ അവർ ബോഡി? ക്രാനിയൽ നെർവ് എത്ര പെയർ ഉണ്ട് എന്നാണ് ചോദ്യം. ഇപ്പൊ നമുക്കറിയാം ക്രാനിയൽ നെർവ് നമ്മുടെ ബോഡിയിലെ പ്രധാനപ്പെട്ട ഒരു നെർവാണ്. ഇത് എത്രയുണ്ട് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് 12 പെയർ ആണ്. 12 പെയർ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പൊ ഈ 12 പെയർ എന്ന് പറയുമ്പോൾ അത് എത്രയാണ്? 24 എണ്ണമാണ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ചിലപ്പോൾ നമുക്ക് 12 പെയേഴ്സ് എന്ന് വരാം, ചില സമയത്ത് 24 എന്നും തരാം. അപ്പോൾ ഈ 12 പെയേഴ്സ് എന്നുള്ളത് 24 ആണ് എന്നുള്ള ഓർമ്മ എപ്പോഴും ഉണ്ടായിരിക്കണം. കാരണം ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ്ങിൽ ഇതിങ്ങനെ മാറി വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഈ 12 പെയേഴ്സ് മാത്രമുള്ള ഒരു സമയത്ത് 24 എന്ന് കണ്ടാൽ നമ്മളത് റോങ് ആൻസർ ആണ് എന്നുള്ള തരത്തിൽ മാർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് അവിടെ മാർക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ക്രാനിയൽ നെർവ് എന്നുള്ളത് 12 പെയർ ആണ്, അഥവാ 24 എണ്ണമാണ് ഉള്ളത് എന്നുള്ളത് ഓർത്തുക. അപ്പോൾ ക്രാനിയൽ നെർവ് ചോദിച്ചാൽ, നമ്മളോട് ക്രാനിയൽ നെർവ് ചോദിച്ചിട്ടുണ്ടോ എങ്കിൽ അത് നിർബന്ധമായിട്ട് നമ്മളോട് അടുത്ത ഒരു നെർവും കൂടി ചോദിക്കും. എന്താണ് അത്? സ്പൈനൽ നെർവാണ്. സ്പൈനൽ നെർവ് ചോദിക്കും. ക്രാനിയൽ നെർവ് ഉണ്ടോ? സ്പൈനൽ നെർവ് ഉണ്ടായിരിക്കും. ഇനി ഇതിലേതെങ്കിലും ഒന്നിന് ഏത് പ്രാധാന്യം കൊടുക്കണം എന്ന് വെച്ചാൽ രണ്ടും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ്. ഇപ്പോൾ സ്പൈനൽ നെർവ് എന്ന് പറയുന്നത് 31 പെയറാണുള്ളത്. 31 പെയറാണുള്ളത്. ടോട്ടല് 31 പെയർസ് ആണ് നമ്മുടെ സ്പൈനൽ നെർവ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ക്രാനിയൽ നെർവ് എത്രയാണ്? ക്രാനിയൽ നെർവ് 12 പെയറാണുള്ളത്, 24. അതുപോലെ നമ്മുടെ സ്പൈനൽ നെർവ് എന്ന് പറയുന്നത് 31 പെയറാണുള്ളത്. ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ട ഒന്ന്. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, the 3 protective covering of the brain is also called. നമ്മുടെ ബ്രെയിനിന്റെ പ്രൊട്ടക്റ്റീവ് കവറിംഗ് ആണ്. അപ്പോൾ ബ്രെയിനിന്റെ ശ്രദ്ധിക്കേണ്ടത്, ബ്രെയിനിന്റെ പ്രൊട്ടക്റ്റീവ് ലെയേഴ്സിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ആദ്യമായിട്ട് ബ്രെയിനിലുള്ള പ്രൊട്ടക്റ്റീവ് ലെയർ എന്ന് പറയുന്നത് നമ്മുടെ തലയോട്ടിയാണ്. എന്ന് വെച്ചാൽ അഥവാ നമ്മുടെ സ്കള്ള് അല്ലേ? സ്കള്ളാണ് പ്രധാനപ്പെട്ട പ്രൊട്ടക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത്. ആ സ്കള്ളിന്റെ ഉള്ളിലായിട്ട് നമുക്ക് എന്തുണ്ട്? ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ട്. അതിനെ എന്താണ് വിളിക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ മെംബ്രെയിനസ് ഉണ്ട്, മെനിഞ്ചസ് ഉണ്ട്, ലെയേഴ്സ് ഉണ്ട്, ഷീറ്റ്സ് ഉണ്ട്. എന്താണ് വിളിക്കുക എന്നുള്ളത്? അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, മെനിഞ്ചസ് ആണ്. അപ്പോൾ ബ്രെയിനിൻ്റെ പ്രൊട്ടക്റ്റീവ് കവറിങ് ആ ലെയറിനെ വിളിക്കുന്ന പേര് എന്താണ്? മെനിഞ്ചസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ വരുന്ന അടുത്തൊരു ചോദ്യം, മെനിഞ്ചസ് എന്ന് പറഞ്ഞു, ആ മെനിഞ്ചസിന്റെ പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന ചില ചോദ്യങ്ങൾ വന്നേക്കാം. നമുക്ക് അടുത്ത ഒരു പ്രോബ്ലം നോക്കാം. വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ദ മെംബ്രെയിനസ് കവറിംഗ് ഓഫ് ദ ബ്രെയിൻ? മെംബ്രെയിനസ് കവറിംഗ് ഓഫ് ദ ബ്രെയിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന മെനിഞ്ചസ് ആണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മെനിഞ്ചസിനെയാണ് നമ്മൾ ഈ തരത്തിൽ സൂചിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ ഇവിടെ മെനിഞ്ചസ് എന്നുള്ള വാക്കില്ലെങ്കിലും ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇവിടെ മെനിഞ്ചസിനെയാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ നേച്ചർ എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഫ്ലൂയിഡ് ദാറ്റ് ഫിൽസ് ദ സ്പേസ് ബിറ്റ്വീൻ ദ മെംബ്രെയിൻസ്, വാട്ട് ഈസ് ഇറ്റ്സ് റോൾ എന്നാണ് ചോദിച്ചത്. അതായത് ഈ പറയുന്ന മെംബ്രെയിൻസ്, നമുക്കറിയാം മെംബ്രെയിൻസ് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതലുണ്ട് മെനിഞ്ചസ് അല്ലേ? 3 ലെയർ ഓഫ് മെനിഞ്ചസ് ആണ് ഉള്ളത്. ഈ 3 ലെയേഴ്സിൻ്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡിന് എന്താണ് വിളിക്കുന്നത്, അതിൻ്റെ റോൾ എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്.
അപ്പോൾ ഇതിന് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ചോദിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ ഈ ഫ്ലൂയിഡിനെ കുറിച്ച് മാത്രമായിട്ട് ചോദിക്കാം. ഏതായാലും നമ്മുടെ മെനിഞ്ചസ്, അതാണ് ഈ പറയുന്ന മെംബ്രെയിനസ് കവറിങ്. അപ്പോൾ ഈ മെംബ്രെയിനസ് കവറിനെ വിളിക്കുന്ന പേര് എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് മെനിഞ്ചസ് എന്നാണ്. മെനിഞ്ചസ് എന്നാണ് വിളിക്കേണ്ടത്. ദ സ്പേസ് ബിറ്റ്വീൻ ദ കവറിങ് മെംബ്രെയിൻസ് ഈസ് ഫിൽഡ് വിത്ത് വാട്ടറി ഫ്ലൂയിഡ്. അതായത് ഈ പറയുന്ന നമ്മുടെ ലെയേഴ്സ്, അതായത് ഈ മെനിഞ്ചസിന്റെ ലെയേഴ്സ് നമ്മൾ ഫ്ലൂയിഡ് ഉണ്ട് എന്ന് നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞു. അതിന്റെ പേരാണ് ചോദിച്ചത്. അതിന്റെ പേരെന്താണ്? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ചില സമയത്ത് നിങ്ങൾക്ക് CSF എന്നായിരിക്കും ഉണ്ടാവുക. ഇതും ഉദ്ദേശിക്കുന്നത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് തന്നെയാണ്. CSF എന്ന് പറഞ്ഞാലും സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിനുള്ള ആ ഫ്ലൂയിഡിന്റെ പേര് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. എന്താണ് അതിന്റെ റോൾ എന്നാണ്, അല്ലെങ്കിൽ അതിന്റെ എന്ത് ഡ്യൂട്ടിയാണ് ഇത് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, വിച്ച് ആക്ട്സ് ലൈക്ക് എ കുഷൻ ടു പ്രൊട്ടക്ട് ദ ബ്രെയിൻ ഫ്രം ദ ഷോക്സ്. എന്ന് വെച്ചാൽ പുറത്തുനിന്നുള്ള ആഘാതങ്ങളിൽ നിന്നും ആ ഷോക്കിൽ നിന്നും ഇതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു കുഷൻ പോലെയാണ് ഇത് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രൊട്ടക്ഷൻ തന്നെയാണ് ഈ പറയുന്ന നമ്മുടെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡും നിർവഹിക്കുന്നത് എന്നാണ്. പിന്നെ അതുപോലെ നറിഷ്മെന്റും ഇതിന്റെ കൂടെ തന്നെ കൊടുക്കുന്നുണ്ട്, അതുകൂടി ഒന്ന് ഓർത്തു വെക്കുക. ഇനി അടുത്തത് നോക്കൂ. വിച്ച് പാർട്ട് ഓഫ് ദ ബ്രെയിൻ കൺട്രോൾസ് ദ ബോഡി ടെമ്പറേച്ചർ? ബോഡി ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്ന ബ്രെയിൻ്റെ ഏത് പാർട്ടാണ്? അപ്പോൾ സെറിബ്രം ഉണ്ട്, സെറിബെല്ലം ഉണ്ട്, ഹൈപ്പോതലാമസ് ഉണ്ട്, മെഡുല്ല ഒബ്ലോങ്കേറ്റ ഉണ്ട്. ഇത് 4 ബ്രെയിനിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ തന്നെയാണ്. ഇതിൽ ഏത് ഭാഗമാണ് ബോഡി ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നത്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് ആണ് ബോഡി ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നത്. സെറിബ്രവും സെറിബ്രമെല്ലാം മറ്റു ഡ്യൂട്ടികളാണ് ചെയ്യുന്നത്, അല്ലേ? സെറിബ്രം എന്താണ് ഡ്യൂട്ടി ചെയ്യുന്നത്? നമ്മളെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്നത് സെറിബ്രമാണ്. സെറിബെല്ലം ബോഡി ബാലൻസിങ് ഉണ്ട്. മെഡുല്ല ഒബ്ലോങ്കേറ്റ നമ്മുടെ ഹാർട്ട് ബീറ്റിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന മെഡുല്ല ഒബ്ലോങ്കേറ്റയാണ്. ഓക്കെ, ഇനി ഇതുപോലെ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ നമ്മുടെ ന്യൂറോണിനെ കുറിച്ചായിരിക്കും. ഓക്കെ, ന്യൂറോണിനെ കുറിച്ചായിരിക്കും. അത് ലേബൽ ചെയ്യാനും മറ്റു കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇതൊരു ന്യൂറോണിൻ്റെ പിക്ചറാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ന്യൂറോണിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളത് നോർമലി നമുക്ക് വരാവുന്നത് ലേബൽ ദ പാർട്സ് ഓഫ് ദ ന്യൂറോൺസ് എന്നാണ്. ഈ പറയുന്ന ന്യൂറോണിൻ്റെ ഈ പാർട്ടിന് എന്താണ് വിളിക്കുന്നത് എന്നുള്ള തരത്തിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം, അല്ലേ? ഇതിനെന്ത് വിളിക്കുന്നു, ഇതിനെ എന്താണ് പറയുന്നത്, ഈ ഒരു ബോൾ ടൈപ്പിൽ എന്താണ് വിളിക്കുന്നത്, ഇതിനെന്ത് വിളിക്കുന്നു, ഇത് ബ്രാഞ്ചസ് ആകുമ്പോൾ ഇതിനെന്ത് വിളിക്കുന്നു, അതുപോലെ ഇതിനെ ഈ ഒരു ഭാഗത്തെ നമ്മൾ എന്താണ് വിളിക്കുന്നത് എന്നിങ്ങനെ പലതരത്തിൽ ഈ ഒരു ഭാഗത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു എന്നൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാം. അതായത് എന്നിട്ട് അതുപോലെ ഇതിൻ്റെ ഫങ്ഷനും ചോദിച്ചു കൊണ്ടുള്ള ക്വസ്റ്റ്യൻസും വരാം. ഫങ്ഷൻ തന്നിട്ട് അത് ഏത് പാർട്ടാണ് എന്ന് അടയാളപ്പെടുത്തുന്ന രൂപത്തിലുള്ള ലേബൽ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് സാധാരണ വരാറുണ്ട്. ഇത് ലേബൽ ചെയ്യാൻ പിന്നെ നമുക്ക് അതിൻ്റെ ആൻസർ ഈ രൂപത്തിൽ നമുക്ക് എഴുതാം. അതായത് ഇതിനെ എന്ത് ചെയ്യാം, സെൽ ബോഡിയാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. അത് പിന്നെ ഡെൻഡ്രോൺ ഉണ്ട്, ഡെൻഡ്രൈറ്റ് ഉണ്ട്. പിന്നെ ഇങ്ങനെ പോകുന്ന നീണ്ട ഈ ഒരു ഫിലമെന്റ് എന്ന് പറയുന്നത് ആക്സോൺ ആണ്. ആക്സോൺ അത് ബ്രാഞ്ചസ് ആയിട്ട് വരുമ്പോൾ ആക്സോണൈറ്റ് ആയി. അതിൻ്റെ എൻഡ് ഭാഗത്ത് നമ്മൾ സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നു. ഇനി ആക്സോണിനെ പൊതിഞ്ഞുകൊണ്ടുള്ള ഭാഗത്തെ മൈലിൻ ഷീറ്റ് എന്നു, അത് ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് ഷോൺ സെൽസ് എന്നുള്ളതാണ്. ഇങ്ങനെ കാര്യങ്ങളൊക്കെയുള്ള വ്യത്യസ്തമായ കാര്യങ്ങൾ നമ്മൾ പഠിച്ചതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് വളരെ പ്രധാനപ്പെട്ട ചാൻസ് കൂടുതലുള്ള ഒരു ഭാഗമാണ് ഇത് എന്ന് കൂടി ഓർത്തു വെക്കുക. ഇനി അടുത്ത് നോക്കൂ. ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം. സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റുകളെ എന്താണ് വിളിക്കുന്നത് എന്നാണ്. ഇവിടെ തന്നിട്ടുള്ളത് നെഫ്രോൺ ഉണ്ട്, ന്യൂറോൺ ഉണ്ട്, സിനാപ്സ് ഉണ്ട്, ആക്സോൺ. അപ്പോൾ ചെറിയൊരു ധാരണ ഉള്ളവർക്ക് ആദ്യം മനസ്സിലാവും ഇതല്ല എന്നുള്ളത് മനസ്സിലാവും. കാരണം നെഫ്രോൺ എന്നുള്ളത് എന്താണ്? നെഫ്രോൺ എന്നുള്ളത് നമ്മുടെ കിഡ്നിയുമായി ബന്ധപ്പെട്ട പാർട്ടാണ്, അല്ലേ? പിന്നെയുള്ള ന്യൂറോൺ ഉണ്ട്, സിനാപ്സ് ഉണ്ട്, ആക്സോൺ ഉണ്ട്. ഇത് മൂന്നും എന്തിനാണ്? ഒരു ന്യൂറോണിൻ്റെ പാർട്ടുകളാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ആൻസർ ആയിട്ടുള്ളത് ന്യൂറോൺ ആണ്. ന്യൂറോൺ ഈസ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം. ഒരുപാട് ന്യൂറോൺസ് കൂട്ടിച്ചേർത്തതാണ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ ന്യൂറോൺ ആണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള പാർട്ട്, അഥവാ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ്
സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ന്യൂറോൺ ആണ്. അതിൻ്റെ പാർട്ടായിട്ടുള്ള സിനാപ്സ്, രണ്ട് ന്യൂറോൺസിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? സിനാപ്സ് എന്ന് പറയുന്നു. ആക്സോൺ എന്ന് പറയുന്നത് ന്യൂറോണിൻ്റെ, നമ്മൾ തൊട്ട് മുന്നേ ഇവിടെ കണ്ട ഈ ഒരു ഭാഗത്തെ ഈ ഒരു ഫിലമെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആക്സോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് സാധാരണ വരാറുള്ളത്. ബ്രെയിനിൻ്റെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയൊക്കെ വരാറുണ്ട്. അപ്പോൾ ബ്രെയിനുമായി ബന്ധപ്പെട്ടത് ചോദിക്കുകയാണെങ്കിൽ വരാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ, ബ്രെയിനുമായി ബന്ധപ്പെട്ടത് ഉണ്ടെങ്കിൽ പ്രധാനപ്പെട്ട മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് സ്പൈനൽ കോഡാണ്. അപ്പോൾ സ്പൈനൽ കോഡുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ് ഇവിടെ നമ്മൾ നൽകിയിട്ടുള്ളത്. എന്താണ്? വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് സ്പൈനൽ കോഡ് എന്നാണ്. അത് അങ്ങനെ തന്നെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം, സ്പൈനൽ കോഡിന്റെ ഫങ്ഷൻ എന്താണ് എന്നാണ്. അപ്പോൾ അവിടെ ചോദിക്കുമ്പോൾ അതിൻ്റെ ആൻസർ ആയിട്ട് നമ്മൾ പറയേണ്ടത്, ചിലപ്പോൾ ഇതിൽ ഒന്ന് എഴുതാനായിരിക്കുക അല്ലെങ്കിൽ രണ്ടെണ്ണം എഴുതാനായിരിക്കും പറയുക. റൈറ്റ് എനി ഫങ്ഷൻ അല്ലെങ്കിൽ റൈറ്റ് എനി 2 ഫങ്ഷൻസ് എന്നൊക്കെ ആയിരിക്കും പറയുക. നമുക്ക് ഇങ്ങനെ നോക്കാം. ഇറ്റ് കൺട്രോൾസ് ദ റിഫ്ലക്സ് ബിലോ ദ നെക്ക്. കഴുത്തിന് താഴെയുള്ളതിൻ്റെ റിഫ്ലക്സ് കൺട്രോൾ ചെയ്യുന്നു. ഇറ്റ് കണ്ടെയ്ൻസ് സെൻസറി ഇമ്പൾസസ് ഫ്രം ദ സ്കിൻ ആൻഡ് മസിൽസ് ടു ദ ബ്രെയിൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ശരീരത്തിൻ്റെ മസിൽസും ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള സെൻസറി ഇമ്പൾസുകളെ എവിടേക്ക് അയക്കുന്നു? ബ്രെയിനിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത്. ഇറ്റ് കൺട്രോൾസ് മോട്ടോർ റെസ്പോൺസസ് ഫ്രം ദ ബ്രെയിൻ ടു മസിൽസ് ആൻഡ് ഓഫ് ദ ട്രങ്ക് ആൻഡ് ലിംസ്. അതുപോലെ ബ്രെയിൻസിൽ നിന്ന് തിരിച്ചു വരുന്ന മോട്ടോർ ഇമ്പൾസസ്, അതായത് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന സെൻസറി ഇമ്പൾസസ്, അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന മോട്ടോർ ഇമ്പൾസസ്, അതിനെയും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? സ്പൈനൽ കോഡാണ് എന്നത്. ഇതാണ് സ്പൈനൽ കോഡുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫങ്ഷൻസ് ചോദിക്കുന്നു. ഇനി നമുക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഏതാണ്? ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് ചോദിക്കാറുള്ളത്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദ ഫോളോയിങ് പേഴ്സ് ഓഫ് ടേംസ്. അതായത് സെൻസറി നെർവിനെയും മോട്ടോർ നെർവിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇത് ഞാൻ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നതാണ്. സെൻസറി നെർവിനെയും മോട്ടോർ നെർവിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സെറിബ്രത്തെയും സെറിബെല്ലത്തെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇനി അതല്ലെങ്കിൽ സിമ്പതറ്റിക് ആൻഡ് പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. രണ്ടിൻ്റെ വ്യത്യാസങ്ങൾ എഴുതുക എന്നുള്ള രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ ഒന്നാമത് നോക്കൂ, സെൻസറി നെർവ് ആൻഡ് മോട്ടോർ നെർവ്. എന്തായിരിക്കും അതിൻ്റെ ആൻസർ? സെൻസറി നെർവ് ദാറ്റ് കണ്ടെയ്ൻ സെൻസറി ഫൈബേഴ്സ്. സെൻസറി ഫൈബേഴ്സ് അടങ്ങിയതാണ് നമ്മുടെ സെൻസറി നെർവ്. അത് മാത്രമല്ല, ദിസ് നെർവ്സ് ബ്രിങ്സ് ഇമ്പൾസസ് ഫ്രം ദ റിസപ്റ്റേഴ്സ് ടു ദ ബ്രെയിൻ ഓർ സ്പൈനൽ കോഡ്. നമ്മുടെ റിസപ്റ്റർ, ഇപ്പോൾ എൻ്റെ ഈ ഭാഗത്തൊക്കെ സെൻസറുകളുണ്ട്, എൻ്റെ കണ്ണിൽ റിസപ്റ്ററുകളുണ്ട്, റിസപ്റ്ററുകളുണ്ട്. ഈ റിസപ്റ്ററുകളിൽ നിന്നുള്ള ഇമ്പൾസുകളെ ബ്രെയിനിലേക്കോ സ്പൈനൽ കോഡിലേക്കോ എത്തിക്കുന്നത് ആരാണ്? സെൻസറി നെർവ്സ് ആണ്. ഇനി മോട്ടോർ നെർവ് എന്തായിരിക്കും? മോട്ടോർ നെർവ് വിച്ച് കണ്ടെയ്ൻ മോട്ടോർ ഫൈബേഴ്സ്. ദീസ് നെർവ്സ് ക്യാരി ഇമ്പൾസസ് ഫ്രം ദ ബ്രെയിൻ ഓർ സ്പൈനൽ കോഡ് ടു ദ എഫക്റ്റർ ഓർഗൻ ലൈക്ക് മസിൽസ് ഓർ ഗ്ലാൻസ്. ബ്രെയിനിൽ നിന്നോ സ്പൈനൽ കോഡിൽ നിന്നോ ഉള്ള മെസ്സേജുകളെ ശരീരത്തിൻ്റെ മസിൽസിലേക്കോ ഗ്ലാൻസിലേക്കോ എത്തിക്കുന്ന ആ നെർവ് ഫൈബേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മോട്ടോർ നെർവ് എന്ന് വിളിക്കുന്നത്. ഇതാണ് സെൻസറി നെർവും മോട്ടോർ നെർവും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയും. അതുപോലെ സെറിബ്രം ഈസ് ദ ലാർജസ്റ്റ് പോർഷൻ. സെറിബെല്ലം എന്നത് സെക്കൻഡ് ലാർജസ്റ്റ് പോർഷനാണ്. സെറിബ്രമാണ് ഏറ്റവും വലുത്, സെറിബെല്ലം എന്നത് സെക്കൻഡ് ലാർജസ്റ്റ് ആണ്. ഓക്കെ, വെർട്ടിക്കലി ഡിവൈഡ് ഇൻറ്റു 2 ഹാഫ്സ്. സെറിബ്രത്തെ 2 ഭാഗമായിട്ട് വേർതിരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വിഭജിച്ചിട്ടുണ്ട്. അതിന് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സെറിബ്രൽ ഹെമിസ്ഫിയർ എന്നാണ് പറയുക. റൈറ്റ് സെറിബ്രൽ ഹെമിസ്ഫിയർ എന്നും ലെഫ്റ്റ് സെറിബ്രൽ ഹെമിസ്ഫിയർ എന്നും പറയാറുണ്ട്. ഓക്കെ, ദ സെറിബ്രം ഈസ് ദ സീറ്റ് ഓഫ് ഇന്റലിജൻസ്, കോൺഷ്യസ്നസ് ആൻഡ് വിൽ പവർ. നമ്മുടെ ശരീരത്തിലെ വിൽ പവറിനെയും ഇൻ്റലിജൻസിനെയും കോൺഷ്യസിനെയും എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ്. നമ്മുടെ മെമ്മറി, ഇതിനെ എല്ലാത്തിനെയും കൺട്രോൾ, ഇൻ്റലിജൻസ്, നമ്മുടെ തോട്ട്സ്, ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നത് സെറിബ്രമാണ്. ഓക്കെ, ഇറ്റ് കൺട്രോൾസ് ഓൾ ദ വോളണ്ടറി ആക്ഷൻസ്. ഐച്ഛിക ചലനങ്ങളെയും നിയന്ത്രിക്കുന്നത് ആരാണ്? നമ്മുടെ സെറിബ്രമാണ്. സെറിബ്രം ഹെൽപ്പ് us ടു മേക്ക് വെൽ തോട്ട് ആൻഡ് ഇൻഫോംഡ് ഡിസിഷൻ. നമ്മൾ ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ അതിനാര് സഹായിക്കണം? നമ്മുടെ സെറിബ്രം. ഇത്രയൊക്കെയാണ് സെറിബ്രത്തെ കുറിച്ച് പറയാനുള്ളത്. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും സെറിബെല്ലത്തെ കുറിച്ച്? ദ സെറിബെല്ലം ഈസ് എ മച്ച് സ്മോളർ ഏരിയ ഓഫ് ദ ബ്രെയിൻ ലൊക്കേറ്റഡ് ബിലോ ദ സെറിബ്രം. സെറിബ്രത്തിന്റെ താഴെ കാണപ്പെടുന്ന
അതിനേക്കാൾ ചെറുതായ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ടായിട്ടുള്ള ഒന്നാണ് സെറിബെല്ലം എന്ന് പറയുന്നത്. ദ മെയിൻ ഫങ്ഷൻ ഓഫ് ദ സെറിബെല്ലം ഈസ് ദ മെയിൻറ്റെയിൻ ദ ബാലൻസ് ഓഫ് ദ ബോഡി ആൻഡ് കോർഡിനേറ്റ് മസ്കുലാർ ആക്ടിവിറ്റി. ബോഡി ബാലൻസ് കൺട്രോൾ ചെയ്യുകയും അതിനെ മെയിൻറ്റെയിൻ ചെയ്യുകയും മസ്കുലാർ ആക്ടിവിറ്റിയെ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നതാണ് നമ്മുടെ സെറിബെല്ലത്തിൻ്റെ ഡ്യൂട്ടി എന്ന് പറയും. ഇതാണ് സെറിബെല്ലത്തെയും വേർതിരിച്ച് പറയുമ്പോൾ ആലോചിക്കേണ്ട അല്ലെങ്കിൽ ഉൾപ്പെടുത്തേണ്ട പോയിന്റ്സ് എന്ന് പറയുന്നത്. ഇനി അതുപോലെയുള്ള സിമ്പതറ്റിക് ആൻഡ് പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ഉണ്ട്. ഈ നെർവസ് സിസ്റ്റം നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടത് എന്ന് വെച്ചാൽ, ഉദാഹരണമായിട്ട് നമുക്കറിയാം, ഇത് ഒരു ആന്റഗോണിസ്റ്റിക് ആക്ടിവിറ്റി ചെയ്യുന്നതാണ്, ഒന്നിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒന്നിന്റെ കൂടെ തന്നെ വരുന്ന ഒന്നാണ് സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക്. ഓക്കെ, സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ബിക്കംസ് മോർ ആക്റ്റീവ് ഡ്യൂറിങ് ടൈംസ് ഓഫ് സ്ട്രെസ്. ഒരു സ്ട്രെസ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോഴാണ് സിമ്പത്തറ്റിക് സിസ്റ്റം ആക്റ്റീവ് ആവുക. ഓക്കെ, ഇറ്റ് പ്രിപ്പയർസ് ദ ബോഡി ഫോർ ദ ആക്ഷൻ. ഇറ്റ് ആക്ഷൻ ഡ്യൂറിങ് ദ സ്ട്രെസ് റെസ്പോൺസ് കോംപ്രസസ് ദ fight or flight responses that is manifest largely under the influence of the hormone adrenaline. അതായത് ഒരു എമർജൻസി സിറ്റുവേഷൻ, ഒരു പാമ്പ് അല്ലെങ്കിൽ ഒരു നായ നമ്മളെ മുന്നിൽ വരുന്നു, എമർജൻസി ഒന്നിനെ അതിന് നേരിടാം അല്ലെങ്കിൽ പിന്മാറാം. ഓക്കെ, അതാണ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിറ്റുവേഷൻ. അതിൻ്റെ തീരുമാനമെടുക്കുന്നത് അതിന് ബോഡിയെ പ്രിപ്പയർ ചെയ്യുന്നത്, അതിൻ്റെ ആക്ഷൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്, ആ സിസ്റ്റത്തെ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റമാണ്. ഇത് വർക്ക് ചെയ്യുന്നത് അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ ബേസിസിലായിരിക്കും. ഓക്കെ, ഇനി ഇതിന്റെ ഈ സ്ട്രെസ് കഴിഞ്ഞ് എമർജൻസി സിറ്റുവേഷൻ കഴിഞ്ഞ് ഇതിന്റെ ബോഡിയെ നമ്മൾ നോർമൽ ലെവലിലേക്ക് എത്തിക്കണം. അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നതാണ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. എക്സിക്യൂട്ട് ആക്ഷൻസ് ദാറ്റ് ഡു നോട്ട് റിക്വയർ ഇമ്മീഡിയറ്റ് റെസ്പോൺസസ്. ഉടനെ നടപടികൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? നമ്മുടെ പാരാസിമ്പത്തറ്റിക്. ഫോർ എക്സാമ്പിൾ, പ്രൊഡ്യൂസിങ് ഓഫ് സലൈവ ആൻഡ് ടിയേഴ്സ്, ഡൈജഷൻ. ഇതൊന്നും ഇമ്മീഡിയറ്റ് റിസൾട്ട് ആവശ്യമുള്ള കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ അവയെ പിന്നീടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനെ വേർതിരിച്ച് അല്ലെങ്കിൽ അത് ആക്റ്റീവ് ആക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ള ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഭാഗം എന്ന് പറയുന്നത് ഈ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മുടെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ ഓർത്ത് വെക്കേണ്ട അല്ലെങ്കിൽ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് വരുന്നത് സ്റ്റേറ്റ് 1 ഡിഫറൻസ് ബിറ്റ്വീൻ അസെക്ഷൽ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇപ്പോൾ റീപ്രൊഡക്ഷൻ്റെ വിവിധ ഘട്ടങ്ങൾ നമുക്കറിയാം. സെക്ഷൽ ഉണ്ട്, അസെക്ഷൽ ഉണ്ട്, വെജിറ്റേറ്റീവ് ഉണ്ട്, ഇങ്ങനെ പല ടൈപ്പിലുണ്ട്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട സെക്ഷൽ ആൻഡ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ, അതിൻ്റെ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പോയിന്റ് ഓഫ് ഡിഫറൻസുകളാണ് നമ്മളോട് പറയാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞാൽ തന്നെ അതിൻ്റെ ഡിഫറൻസ് ആയി എന്നുള്ളതാണ്. ഒന്നാമത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഓഫ്സ്പ്രിങ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ സിംഗിൾ ഇൻഡിവിജ്വൽ. ഒരു വ്യക്തിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ജീവജാലത്തിൽ നിന്നും അതിൻ്റെ ഓഫ്സ്പ്രിങ്സ്, അടുത്ത തലമുറ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. 2 ഇൻഡിവിജ്വൽസ് ആർ ഇൻവോൾവ് ഇൻ പ്രൊഡ്യൂസിങ് ഓഫ്സ്പ്രിങ്സ്. അതായത് അടുത്ത തലമുറയെ ഉണ്ടാക്കാൻ 2 ഇൻഡിവിജ്വൽസ് നിർബന്ധമായും ആവശ്യമാണ്. അവയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഒരു ഇൻഡിവിജ്വൽ ആണ് നമുക്ക് ആവശ്യമുള്ളത് എങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് വിളിക്കും. ഓക്കെ, അടുത്തത് നോക്കൂ. നെയിം ദ ഹോർമോൺസ് റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിനിങ് റിപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി ആൻഡ് ഫോർമേഷൻ ഓഫ് മെച്യൂറിങ് സ്പേംസ് ആൻഡ് എഗ്സ് ഇൻ ഹ്യൂമൻസ്. ഹ്യൂമൻസിലെ നമ്മുടെ റിപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യാനും അതുപോലെ സ്പേംസിൻ്റെയും എഗ്സിൻ്റെയും ഫോർമേഷൻ, അതിൻ്റെ മെച്യൂരിറ്റിക്കൊക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഹോർമോൺസ് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കുറേ ഹോർമോൺസും അതിൻ്റെ ഫങ്ഷൻസുമാണ് നമ്മൾ ഇവിടെ പഠിച്ചു വെക്കേണ്ടത്. ഏതൊക്കെയാണത് നോക്കൂ. ഏതൊക്കെയാണ്? ഹോർമോൺ ഫങ്ഷൻ. ഓക്കെ, ഹോർമോൺ എന്ന് പറയുന്നത് ഏതാണ്? ഇവിടെ FSH എന്ന് പറയുന്ന ഒരു ഹോർമോൺ, ഫോളിക്കുലർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയുന്ന FSH എന്ന് പറയുന്ന ഹോർമോൺ, അത് എഗ്ഗിൻ്റെ, അതായത് സ്ത്രീകളുടെ എഗ് ഫോർമേഷൻ്റെ, അതിൻ്റെ മെച്ചുറേഷനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ LH എന്ന് പറയുന്ന ഹോർമോൺ എന്തിന്? എഗ്ഗിൻ്റെ എഗ് ഷെഡിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതാണ് അതിൻ്റെ ഫങ്ഷൻ.
പിന്നെ അതുപോലെ സ്ത്രീകളിലുള്ള ഈസ്ട്രജൻ എന്ന് പറയുന്ന നമ്മുടെ ഹോർമോൺസ് അതെന്താണ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഇൻ ഫീമെയിലിലെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്, സൗണ്ട്, അതുപോലെ ഓർഗൻസിന്റെ വളർച്ച, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിനെ കൺട്രോൾ ചെയ്ത് ഫീമെയിൽസിൽ അതിനെ കൺട്രോൾ ചെയ്യുന്നതാണ് ഈസ്ട്രജൻ. ടെസ്റ്റോസ്റ്റിറോൺ ഇത് മെയിൽസിലാണ് ഉണ്ടാകുക. മെയിൽസിലെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് നമ്മുടെ ബോഡി ഹെയർസിന്റെ വളർച്ച, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ടെസ്റ്റോസ്റ്റിറോൺ ആണ് മെയിൽസിൽ. ഫീമെയിൽസിലാണെങ്കിൽ അത് ഈസ്ട്രജൻ ആവും. ഇനി ഓക്സിഡോസിൻ ഉണ്ട്. ഓക്സിഡോസിൻ യൂട്രീൻ കൺട്രാക്ഷൻ ഫോർ ഡെലിവർ ഓഫ് ദ ബേബി, അതായത് പ്രസവ സമയത്ത് യൂട്രീൻ കൺട്രാക്ഷൻ, ആ ബേബി ഡെലിവറിക്ക് വേണ്ടി യൂട്രീൻ കൺട്രാക്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ നിർവഹിക്കുന്നത് ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോണാണ്. ഓക്കെ, ഇതാണ് നമുക്ക് പ്രധാനമായിട്ടും ഉള്ളത്. ഓക്കെ, ഇത്രയും ഹോർമോണുകൾ ഏതുമായി ബന്ധപ്പെട്ടാണ്? നമ്മുടെ എഗ്ഗിന്റെയും സ്പെർമിന്റെയും മെച്ചുറേഷനുമായി ബന്ധപ്പെട്ട ഹോർമോണുകളാണ് എന്ന് കൂടി ഓർത്തു വെക്കുക. നെക്സ്റ്റ് നോക്കൂ, നെയിം എനി ഫോർ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് എന്ന് പറയും. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ചിലപ്പോൾ നമുക്ക് വരുന്നത് STD എന്നായിരിക്കും. STD എന്ന് പറഞ്ഞാൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് എന്നായിരിക്കും. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് എന്ന് തന്നാൽ സെക്ഷൽ ഇതിലൂടെ ഇന്റർകോഴ്സിലൂടെ പകരുന്ന രോഗങ്ങളെയാണ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് അതായത് STDs ആണ് എന്ത്? ഗൊണോറിയ, സൈഫിൽസ്, ക്ലാമിഡിയ, ഹെർപ്സ് ആൻഡ് എയ്ഡ്സ്. ഓക്കെ, ഇവിടെ ഞാൻ 5 നൽകിയിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ 4 ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഓർത്ത് വെക്കുക എന്നുള്ളതാണ്. ഗൊണോറിയ, സൈഫിൽസ്, ക്ലാമിഡിയ, ഹെർപ്സ് ആൻഡ് എയ്ഡ്സ് ഇതൊക്കെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ്, നമ്മുടെ എയ്ഡ്സ് ആണ്. ഓക്കെ, ഇനി അടുത്തത് നോക്കൂ, എക്സ്പാൻഡ് ദ അബ്രിവിയേഷൻസ് HIV ആൻഡ് എയ്ഡ്സ്. അതായത് ഇതിന്റെ പൂർണ്ണ രൂപം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പൂർണ്ണ രൂപം എഴുതും. HIV എന്ന് പറഞ്ഞാൽ എന്താണ്? ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്ന്. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്നാണ്. അതാണ് HIV എന്ന് പറയുന്നത്. ഇനി എയ്ഡ്സ് എന്ന് പറഞ്ഞാലോ? എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. ഓക്കെ, അപ്പോൾ HIV പൂർണ്ണ രൂപം എന്താണ്? ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ്. HIV എന്ന് പറയുന്നത് അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നാണ്. എയ്ഡ്സ് എന്നാണ് അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. HIV ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ്. ഇത്രയാണ് ഈ ഒരു ഇതിൽ നമുക്ക് ഇതിൻ്റെ ഇതായിട്ട് പറയാം. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്കൊന്ന് നോക്കാം. ഓക്കെ, എന്താണ്? വിച്ച് ഗ്ലാൻഡ് റെസ്പോൺസിബിൾ ഫോർ ദ സ്പീഡ് ഓഫ് മെറ്റബോളിസം ഇൻ അവർ ബോഡി? നമ്മുടെ ബോഡിയിലെ മെറ്റബോളിസത്തിന്റെ റേറ്റ്, അതിന്റെ സ്പീഡിനെ കൺട്രോൾ ചെയ്യുന്ന ഏത് ഗ്ലാൻഡ് ആണ്? ആ ഗ്ലാൻഡ് ഏതാണ്? തൈറോയിഡ് ഗ്ലാൻഡ് ആണ്. കാരണം തൈറോയിഡ് ഗ്ലാൻഡിൽ ഉണ്ടാകുന്ന 2 ഹോർമോണുകളുണ്ട്, തൈറോക്സിനും കാൽസിറ്റോണിനും. അതിൽ തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ, തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ ആണ് എന്തിനെ കൺട്രോൾ ചെയ്യുന്നത്? നമ്മുടെ മെറ്റബോളിക് റേറ്റിനെ തീരുമാനിക്കുന്നത് എന്നാണ്. ഓക്കെ, ഇത്രയും കാര്യമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ലൈവ്, നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഈ ഒരു ലൈവ് നമ്മൾ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് വീണ്ടും അടുത്തൊരു ലൈവിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.